ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മക്കാം ഷരീഫ് റോസ് സുപ്രസിദ്ധ കാതികനും ഇസ്ലാമിക കഥാപ്രസംഗ വേദികളിലെ നിറഞ്ഞ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട KS മൗലവി ഷൊർണൂർ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം അടർക്കളത്തിലെ ഇതിഹാസം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. وما توفيقي الا بالله عليه توكلت واليه منيب. وما توفيقي إلا بالله عليه توكلت وإليه منيب. وما توفيقي إلا بالله عليه توكلت وإليه منيب. يا أهل بدر كل يهلي حاجتي وشرف أولاد الرسول عطرته. يا أهل وحد كل يهلي حاجتي وشرف أولاد الرسول عطرته. ريحانتيه حسن حسين فاطمة بعدا لكل شيء وبكل فرع منهما ديان دار السلام يدخلا سبحانه وبسائر الشهداء والأصحاب يكل الحوائج يسيرا حسابه. يكل الحوائج يسيرا حسابه. يكل الحوائج يسيرا حسابه. يا صاحب البغداد كله ناسه يا مطلب الحاجات عبد القادر وبحمزة القرار أم المصطفى أسد الإله وسيد الشهداء. يا رب صل على النبي محمد منجي الخلائق من جهنم في غده. വേദിയിൽ ഉപവിഷ്ടരായ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹാദരവുള്ള പണ്ഡിതന്മാരെ, സ്നേഹനദികളായ സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ നമ്മുടെ പരിപാടി ശ്രദ്ധിക്കുന്ന സഹകരിക്കുന്ന ഇതര മതസ്ഥരുണ്ട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലക്കൽ ഹംദു വലക ശുക്ർ അൽഫാൽഫ. അല്ലാഹുവിന്റെ അപാരമായ വേണ്ടുകകൊണ്ട് അങ്ങ് അകലെ ഷൊർണൂരിൽ നിന്നും പരിശുദ്ധമായ അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കണ്ണവം വെളുമ്പത്ത് മക്കാം ഷരീഫ് ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പരിപാടിയിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ചെയ്ത രാജാതിരാജനായ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. യാ ഖാലിഖു ലക്കൽ ഹംദു വലക ശുക്ർ അൽഫ മറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ പവിത്രമായ ജന്നാത്തുൽ നഈമിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവരും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മഹാന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന സുന്ദരമായ നമ്മുടെ ഈ നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യത്തിന്റെ നാടാക്കി മാറ്റുമാറാവട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സഹോദരങ്ങളെ, സുദീർഘമായ ഒരാമുഖ പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തുച്ഛമായ മണിക്കൂറുകളാണ് എന്റെ മുമ്പിലുള്ളത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ആലിഹാജി, അൽഹംദുലില്ലാഹ്, നിങ്ങൾ മുന്നേ കണ്ടു പരിചയമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ആലിഹാജിനെ ഒരുപാട് അന്വേഷിച്ചു. അലിഹാജി എവിടെ, അലിഹാജി എവിടെ, അലിഹാജി എവിടെ? വടച്ചമ്പുരാനെ ഞാൻ കുടുങ്ങിയോ? ക്ഷണിക്കപ്പെട്ട ആളെയോട്ട് കാണാനില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് അലിഹാജിനെ കണ്ടു. ബഹുമാനനായ നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് കല്ലായി അദ്ദേഹം
പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണ് നിരന്തരമായ പരിപാടികൾക്കിടയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിരന്തരമായി നമ്മുടെ അലി ഹാജിയും അതുപോലെ തന്നെ എ ടി അബൂബക്കർ ഹാജി ഇവർ രണ്ടുപേരും നിരന്തരമായി ഒരു ദിവസം നിങ്ങൾ 1-2 മണിക്കൂർ ഒരു പരിപാടി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ വരണമെന്ന് പരിചയപ്പെടണമെന്ന് കാണണം. അബ്ദുറഹ്മാൻ കല്ലായി നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സത്യത്തിൽ ഫോണിലൂടെ ബുക്കിംഗ് ഞാൻ എടുക്കാറില്ല. പക്ഷേ മഹാനായ നമ്മുടെ അലി ഹാജിയുടെ അബൂബക്കർ ഹാജിയുടെ നിരന്തരമായ ബന്ധപ്പെടുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്നുള്ള സ്നേഹം ആദരവ് ഒരു പരിപാടിക്ക് ഇവിടെ എത്തൽ ആവശ്യമാണ് എന്നെനിക്ക് അവരുടെ വാക്കിൽ നിന്ന് മനസ്സിലായതിന്റെ പേരിലാണ് റെസ്റ്റ് ഇല്ലാതെ ഞാനിന്ന് ഇവിടെ വന്നത്. സത്യത്തിൽ ഇന്ന് 8 മണിക്ക് എനിക്ക് കരുവാരിക്കുണ്ടിലെത്തണം. 8 മണിക്ക് കരുവാരിക്കുണ്ടിൽ ആ ഭാഗത്താണ് പരിപാടി. 5ാമത്തെ ലാസ്റ്റ് ദിവസമാണ്. അഥവാ നിങ്ങളെങ്ങാനും അത് നിഷേധിച്ചാലോ നോർത്തുകൊണ്ട് അതിന്റെ നോട്ടീസ് ഇതിന്റെ അലിഹാജിക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി തെളിവോടുകൂടെ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ കഥയിലേക്ക് പ്രവേശിക്കും. ഇൻഷാ അല്ലാഹ് തുച്ഛമായ മണിക്കൂറെ നമുക്ക് ഉള്ളൂ. ഞാൻ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നൊരു കാര്യം, ഒരുപാട് ഇസ്ലാമിക കഥാപ്രസംഗം നിങ്ങൾ കേട്ടവരാവാം, ഹാസ്യ കഥാപ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചവരാവാം. കേരളത്തിൽ എമ്പാടും ഗാതികന്മാരുണ്ട്. ഇന്നത്തെ ചന്ദ്രിക നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ 4ാം പേജ് അതിൽ നിങ്ങൾക്ക് കാണാം കാതിക കിസ്സപ്പാട്ട് സംഘത്തിന്റെ അൽഹംദുലില്ലാഹ് ഒരു പ്രിയപ്പെട്ടവരെ സംഘടന തന്നെ രൂപം കൊണ്ടിട്ട് വർഷങ്ങളേറെയായി. അത് അൽഹംദുലില്ലാഹ് അതിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, അള്ളാഹ് ആയുസ്സ് കൊടുക്കുവാൻ വേണ്ടി വീണ്ടും പുനരുദ്ധാരണം ചെയ്തിട്ട് കമ്മിറ്റിയൊക്കെ രംഗത്ത് വന്നതിൽ സാധുവായിരിക്കുന്ന ഞാനാണ് അതിന്റെ ട്രഷറർ, സംസ്ഥാന ട്രഷറർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പോലത്തെ മഹാന്മാരുടെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു അത് നിലനിർത്തുമാറാവട്ടെ. നിങ്ങളെ സഹായിക്കുക വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധമായ ഒരു പള്ളി, അല്ലാഹുവിന്റെ സുന്ദരമായ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനം, അതുപോലെ തന്നെ പരിശുദ്ധമായ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല എന്നൊരു ബോധം, ഒരു ധാരണ. ഞാൻ അത് പറയാൻ കാരണം ഒരുപാട് ഹാസ്യ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിൽ നിന്ന് അങ്ങനത്തെ തമാശകളൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഒരുപാട് ഔലിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്. അതിന്റെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. തമാശ ഉണ്ടാകും, കാലോചിതമായി കൊണ്ടുപോകാം. പക്ഷെ അതിനായിക്കൊണ്ട് തന്നെ ഇഹ്റാം കെട്ടിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കൂ. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമാണത്. പ്രവാചകന്റെ മദ്ഹായി ഇവിടെ പറയാൻ പോകുന്നത് അമ്പിയാക്കന്മാരെ മദ്ഹ് പറഞ്ഞ ഇബാദത്താണ്, അത് ആരാധനയാണ്. ഔലിയാക്കന്മാരുടെ, ആരിഫീങ്ങളുടെ, പ്രിയപ്പെട്ടവരെ സുഹദാക്കളുടെ, ശുഹദാക്കളുടെ, സാഹിദീകളുടെ, ഇവരുടെയൊക്കെ സ്വഹാബികളുടെ മദ്ഹ് നമ്മൾ പറയുന്നത്, അവരയവിറക്കുന്നത്, അവരെ സ്മരിക്കുന്നത് കഫാറ, നമ്മുടെ പാപം പൊറുത്തുവാൻ ഹേതുവാണ് എന്ന് മഹാനായിരിക്കുന്ന പ്രിയപ്പെട്ട മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സദസ്സ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സദസ്സാണ്. ദിവസങ്ങളോളമായി ഈ സദസ്സ് ഇവിടെ അലങ്കൃതമായിട്ട് ഇനിയും 2-3 ദിവസങ്ങളോളം ഇത് നീണ്ടു നിൽക്കും. ഇൽമിന്റെ വേദിയാണത്. ഇൽമിന്റെ വേദിയെ കുറിച്ച് പിന്നാലെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹി. ഒരു സ്വലാത്ത് പാസാക്കിക്കോ. പുണ്യമായ മാസമായ റബീഉൽ അവ്വൽ മാസം, പരിശുദ്ധമായ റസൂലുള്ളാഹി ജന്മം കൊണ്ട് ആദരണീയമായ ഒരു സുന്ദരമായ ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച. അതുകൊണ്ട് ആ റസൂലുള്ളാഹിന്റെ നബിയിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മളൊക്കെ മുസ്ലിങ്ങളാ, നമ്മളൊക്കെ അനുസരണയുള്ളവരാ, നമ്മളൊക്കെ മുഅ്മിനീകളാ. പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല. നിങ്ങൾ സദസ്സൊന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി, എന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മുത്ത് റസൂലുള്ള നമുക്ക് ആഹ്വാനം ചെയ്ത സുന്ദരമായിരിക്കുന്ന ഇൽമിന്റെ വേദി. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന, സുഖലോക സ്വർഗ്ഗത്തിൽ ഇടമാണ്, ഒരു തോപ്പാണ് ഈ വേദി എന്ന് പ്രിയപ്പെട്ട റസൂൽ നമുക്ക് അംഗീകരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പിന്നാലെ പ്രവാചകൻ പിന്നെ പറഞ്ഞത് മാ ബൈന ഖബരി വ മിൻബരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി, ഒരു സ്വലാത്ത് ചൊല്ലിക്കോ നബിയുനാ റസൂലുള്ളാഹി. ഓരാ സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി, ഓരോ യുവാക്കളെ ഖാതിമുൽ അംബിയാ ത്വഹ റസൂലുള്ളാഹി, ഖൈറുൽ വറാ ത്വഹ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ സുന്ദരമായ സുഖലോക സ്വർഗ്ഗി 6ാമത്തിൽ സംഗമിക്കുവാനുള്ള തൗഫീഖ് നമുക്കും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാർക്കും നമ്മൾ മരണപ്പെട്ടു പോയവർക്കും റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ അട്ടറിക്കളത്തിലെ ഇതിഹാസം, ഇൻഷാ അല്ലാഹ് അട്ടറിക്കളത്തിലെ ഇതിഹാസം, അതിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്നുകൂടെ പറയാം, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പരിപാടി, എണ്ണപ്പെട്ട പരിപാടി ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് തന്നെ പരിപാടി എനിക്ക് പരിപാടി ആഗസ്റ്റ് മാസം തുടങ്ങിയാൽ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 10 മാസം പരിപാടി. ജൂൺ, ജൂലൈ മാസം ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടും. ചിലപ്പോൾ UAE-യിലേക്കോ അല്ലെങ്കിൽ ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകും. എന്റെ സ്വഭാവത ഞാൻ പള്ളിയിലോ മദർസയിലൊന്നുമില്ല, ഇതിനായി ഒഴിഞ്ഞിട്ടൊരു കോഴിയ. ഞാൻ ഈ കണ്ണൂർ ഡിസ്ട്രിക്ട്
ഡിസ്ട്രിക്റ്റിൽ വന്ന് 1-2 പരിപാടി നടത്തിയിട്ട് ഞാൻ പോയപ്പോ ചില ആൾക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് തമാശ പറഞ്ഞില്ല, കുട്ടില് തേങ്ങയുടെ പോലെ ഇടക്കിടക്ക് ഇങ്ങനെ തമാശ പറയണം, ഇവിടെ തമാശ പറയണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് കലാഭവമണി ഏൽപ്പിച്ചൊന്നും കിട്ടൂല. തമാശ നമുക്ക് ആവശ്യമാണ്. തമാശ റസൂലും പറഞ്ഞിട്ടുണ്ട്. എന്റെ യുവാക്കളാരും വിഷമിക്കൊന്നും വേണ്ട. പണ്ടാടിക്കിട്ട് ഉസ്താദിന്റെ മുമ്പിൽ ഇപ്പൊ ഒന്ന് ഉറങ്ങാതെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിരുന്നിട്ട് ഇയാളിപ്പോ 2 വിറ്റു അടിക്കാതെ പോകുക തമ്പുരാനെ, ചെറിയൊരു മനോവിഷമം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇരിക്കും, നമുക്ക് കഥയിലൂടെ പോകാം. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ഇത് ഇസ്ലാമിക കഥാപ്രസംഗം. ഈ ഇസ്ലാമിക കഥാപ്രസംഗം ചില ചിട്ടകളുണ്ട്, ചില ഷർത്തുകളുണ്ട്. മാത്രമല്ല നമ്മളെ അല്ലാഹു റസൂലിന്റെ മദ്ഹ് പറയുന്ന ആളുകളാണ്, റസൂലുള്ളാഹിന്റെ ഇൽമിന്റെ രീതിയിലാണ് ഇരിക്കട്ടെ. പക്ഷേ ഇടയിൽ മാപ്പിളപ്പാട്ട് പാട്ടുമ്പോ ഒരു ദഫ്മുട്ട് നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. പാട്ടിങ്ങനെ പിന്നണി പാടുമ്പോ എപ്പോഴും ഉണ്ടാവുക. ചിലപ്പോ ഒരു ദഫ്മുട്ട് അത് ഹലാലാണല്ലോ, ഒരു ദഫ്മുട്ട് ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ കേൾക്കും. ദഫ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളത് കാണൂല. ചിലപ്പോ എന്റെ മൈക്ക ഓപ്പറേറ്റ് ഹാരിസ് അല്ലേ, അൽഹംദുലില്ലാ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു 80% എന്നെ പരിചയമില്ലെങ്കിലും അൽഹംദുലില്ലാ ഹാരിസ് ഉഷാറാക്കി തന്നിട്ടുണ്ട്. ഉഷാറാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു ആയുസ്സും ആരോഗ്യം നമ്മുടെ ഹാരിസിന് അല്ലാഹു കൊടുക്കട്ടെ. അതിനിപ്പോ ഒരു കൊല്ലം വയസ്സിട്ടി അല്ലെങ്കിൽ സ്വർണ്ണമെന്നും വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഒരു കൊല്ലം ആയുസ് ഇപ്പൊ ഹാരിസിന് കിട്ടി. അല്ലാഹു ആയുസ് കൊടുക്കട്ടെ. പക്ഷെ സൗണ്ട് കുറയ്ക്കരുത്, ആയുസ് കുറയുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഇടയ്ക്കൊരു മുട്ട കേൾക്കാം. അതുപോലെ ചിലപ്പോ യുദ്ധക്കളത്തിലൂടെ ഞാൻ ഓടുന്നത് ചിലപ്പോ എന്താകും, ഒരു കുതിരക്കൊല റോട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. ഒരു 1.5 മണിക്കൂർ, ഒരു 4.5 മണി മിക്കവാറും ഞാൻ പരിപാടി നിർത്തും. കാരണം എനിക്ക് വണ്ടി അപ്പടേ കിട്ടുള്ളൂ 5:30 മണിയുടെ. എന്നോട് പറഞ്ഞിട്ട് 2 മണിക്കൂറാലും ചുരുങ്ങിയതെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ 2 മണിക്കൂർ എത്തിയിട്ടുണ്ട്. പരിപാടി തുടങ്ങാൻ തന്നെ 10-15 മിനിറ്റ് വെളിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞങ്ങൾ വിഷയത്തിലേക്ക് വരുന്നു. നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അടർക്കളത്തിലെ ഇതിഹാസം, മാപ്പിളപ്പാട്ടിന്റെ 1ാം ഭാഗം. നമ്മുടെ പിന്നണി, എന്റെ പിന്നണിയുടെ പേര് ശിഹാബുദ്ദീൻ നസ്രഫി എന്നല്ലായ അദ്ദേഹം ഇൻഷാ അല്ലാഹ് മാപ്പിളപ്പാട്ട് സമാരംഭം കുറിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ വരും പുകളും അകിലും മദീനയിലെ മകിവാളാനുണ്ട് ജറൂറാ 24 പൊറുത്തിട്ട് ഖൈബറന ഒരു മുക്കുളർന്ന് വിജറാ 7 കൊല്ലങ്ങളിലേക്കിലും മുഹറമദേ ആളും നബിയും ജനറാ ഉൽമുത്ത് മാഹി നബി ഹിജ്റത്തു സാദിസദിൽ ഹുദൈബിയ താടി ഷഹറാ പുകളും ദുൽഹജ്ജുൽ അകലും മദീനയിലെ മകിവാളനുണ്ട് ജറൂറാ തിരമക്കതയിബിനുക പാസുമേവബിന ഇസ്ഗാത്തുൽ മത്തുലമാ തിരുത്തുന്നും കൗലുകളെ വിളത്തെ മാനിതിയെ തിരുത്തുന്നു കേൾവി ജനമാ കുരിയാനെ ഖൈബറൊരു പെരുകളുടെ ദാമതിയിൽ 25 കോട്ടകളുമാ പൊരുൾഭിത്തി വാശുമയിൽ കരുവീഞ്ച് തോപ്പുകളോ പെരുത്തേറെയുള്ള തലമാ താനത്തിൽ ഉത്തമ മദീനത്തിൽ നിണ്ടവശി ആനത്താലത്തിൽ പൊരിവാ ചാറിയെത്തി കാതമതൈ ദൂരത്തുണ്ടവിടെ ചോരത്തി വാളും പെരുമാ കൊൽമുത്ത് മാഹി നബി ഹിജ്റത്തു സാദിസദിൽ ഹുദൈബിയ താടി ഷഹറാ പുകളും ദുൽഹജ്ജുൽ അകലും മദീനയിലെ മകിവാളനുണ്ട് ജറൂറാ അടർക്കളത്തിലെ ഇതിഹാസത്തിന്റെ 1ാം ഭാഗം. ഈ കഥ ഖൈബറിൽ വെച്ചുകൊണ്ട് നടന്നൊരു കഥയാണ്. 10-15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. തുച്ഛമായ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യും ഒഴിവാക്കുമെന്ന്. കാതലായ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം ഇൻഷാ അല്ലാഹ് തെരഞ്ഞെടുത്തുകൊണ്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഒരു യുദ്ധകഥയാണ്. മഹാനായ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന
മഹാനായ പ്രവാചകൻ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു അത്ഭുതകരമായ ഗസ്വത്ത് യുദ്ധമാണ് ഖൈബർ യുദ്ധ ചരിത്രം. നിങ്ങൾ ബദർ യുദ്ധം കേട്ടിട്ടുണ്ടാവും, ഉഹദ് യുദ്ധം കേട്ടിട്ടുണ്ടാവും. യുദ്ധം ഉണ്ടാവാൻ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിശദീകരിച്ച് പറയാൻ ടൈമില്ല. മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ യുദ്ധം നടന്നു. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരു യുദ്ധവും നടന്നിട്ടില്ല. ചുരുക്കി നമുക്ക് അങ്ങോട്ട് വെക്കാം. യുദ്ധം അനിവാര്യമായത് എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നാര പ്രവാചകൻ മക്കത്ത് ജനിച്ചു. ആ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി ആട്ടിയോടിപ്പിക്കപ്പെട്ടു. മദീനയിൽ ചെന്ന് സ്വസ്ഥമായി ജീവിക്കുവാൻ ശത്രുക്കൾ അനുവദിച്ചില്ല. റസൂലുള്ളാഹി എന്റെ പ്രിയപ്പെട്ടവരെ ബദറിൽ വെച്ചുകൊണ്ട് യുദ്ധം നടത്തി. ബദറിൽ ഉഹദ് യുദ്ധം ഉണ്ടായി, ഘട്ടഘട്ടമായി യുദ്ധമുണ്ടായി. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന അടർക്കളത്ര ഇതിഹാസം ഈ യുദ്ധം നടന്നത് ഖൈബറിൽ വെച്ചുകൊണ്ട് ഹിജ്റയുടെ 7-ാം കൊല്ലത്തിന്റെ തുടക്ക മാസമായ മുഹറം മാസം. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലാണ് മഹാനായ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ലക്ഷത്തുല്യരായ 1400 എന്നും 600 എന്ന അഭിപ്രായമുണ്ട് സ്വഹാബത്തും ഖൈബറിലേക്ക് പോയത്. ഈ ഖൈബർ എവിടെയാ? ചരിത്രകാരൻ മഹാനായ ഇബ്നു അബ്ബാസ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം നമ്മൾ അറിയിക്കുകയാണ്. നമുക്ക് മാപ്പിളപ്പാട്ടിലൂടെ കുറച്ച് പോകാം. ബിസ്മില്ലാ. കൊല്ലമിലേക്കേലും മുഹറമാതിൽ ആണും നബിയും ജനരാ വാശും വായന താരും നെഞ്ചെ തോപ്പുകളും പെരുത്തേറെയുള്ള തലമ ചോരത്തിൽ വള്ളം പെരുമാ തന്റെ മോനമുറൈ ഒന്നും നാമം പറവാൻ ഇമ്മാന്റെ കീഴിൽ നാദിപ്പും മാറി സൈന്യം വാസി ബ്രഹ്മർഗലുണ്ട് നാളിത്താ മദീന എന്ന നാട് കേൾക്കാത്തവരാരുമില്ല. ആ മദീനയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്, വിശാലമായ ഒരു നാടാണ് ഖൈബർ. ഖൈബർ ചരിത്രകാരൻ മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നു പേര് പൂരത നമ്മുടെ വലിയൊരു നാടാണ് ഖൈബർ. ആ ഖൈബറിൽ പ്രിയപ്പെട്ടവരെ അമ്പര ചുംബികളായ 10 പടുകൂറ്റം കോട്ടകളുണ്ട്. അമ്പരത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഉമ്മ കൊടുക്കാൻ വേണ്ടി വെക്കുന്നെന്ന് തോന്നിപ്പോകുന്ന 10 പടുകൂറ്റം കൊട്ടാരങ്ങൾ ഈ ഖൈബറിന്റെ ഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ പ്രിയപ്പെട്ടവരെ ഇടതൂന്നി നിൽക്കുന്ന ഈത്തപ്പന മരങ്ങൾ, ഇടതൂന്നി നിൽക്കുന്ന ഈത്തപ്പന മരങ്ങൾ, അതുപോലെ മുന്തിരി വയലുകൾ, അതുപോലെ ഗോതമ്പത്തിന്റെ കൃഷിയിൽ എമ്പാടും ഫലപുഷ്ടിയുള്ള നല്ല പ്രിയപ്പെട്ടവരെ കൃഷിയുള്ള ഒരു വിശാലമായിരിക്കുന്ന നാടാണ് ഖൈബർ. മഹാനായ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഈ ഖൈബർ എന്ന നാട് നമ്മൾ ചിന്തിക്കും ഖൈബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനോലോകത്തിന്റെ ഭാവന ഖൈബർ അങ്ങനെയാവാം, ഖൈബർ ഇങ്ങനെയാവാം. ആ ഭാവന ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് പറഞ്ഞു
ഹൈബറിനെ കുറിച്ചിട്ട് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തി തോന്നുന്നത്. സത്യത്തിൽ നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ നാടിനെ കുറിച്ചൊരു ഭാവന, നമുക്ക് പരിചയമില്ലാത്ത നാടാകുമ്പോ ഒരു ഭാവന നമ്മുടെ മനോരോഗത്തിൽ നിറഞ്ഞു പൊന്താറുണ്ട്. ഇവ സത്യം പറഞ്ഞാല് നമ്മുടെ ഈ കണ്ണമം വിളമ്പത്ത് എന്ന ഈ മക്കാമ് എന്റെ പ്രിയപ്പെട്ട അലിഹാജി വിളിക്കുന്ന സമയത്ത്, അബൂബക്കറാജി വിളിക്കുന്ന സമയത്ത് വിശാലമായ നാടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയല്ല. ഞാൻ ചിന്തിച്ച രൂപസാദൃശ്യം ഇങ്ങനെയല്ല. ഞാൻ ചിന്തിച്ചത് വിശാലമായ മൈതാനമാകും. അപ്പൊ നമുക്കത് സംഭവിക്കാം. നമ്മൾ നമ്മുടെ നാട്ടിന്ന് വീട്ടുകാരൊക്കെ വീട്ടിൽ തലച്ചാക്കി യുഎയിലേക്കോ അതുപോലെ KS-ലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, പ്ലെയിനിൽ എന്നിട്ട് പടച്ചോനെ ഞാൻ ചെന്നിറങ്ങുന്ന അമേരിക്ക എങ്ങനെയാവാം, സൗദി അറേബ്യ എങ്ങനെയാവാം, UAE ഇങ്ങനെയാവാം എന്നൊക്കെ ഒരു ധാരണ നമുക്ക് വരാറുണ്ട്. അവിടെ ചെന്നിറങ്ങുമ്പോഴോ രണ്ടീതിലെ പണ്ടാറടക്കിയിട്ട് നിന്റെ നാടാ നല്ല നാട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സംഭവം വരാറുണ്ട്. അത് വരാതിരിക്കാനാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞ, മക്കളെ ഖൈബർ വിശാലമായൊരു നാടാണ്, ഈ തപ്പന മരങ്ങൾ കൊണ്ട് ഇടതുറന്നു നിൽക്കുന്ന നല്ലൊരു നാട്, ഫലപുഷ്ടിയുള്ള നാട്. ഇരിക്കട്ടെ, വിശദീകരിക്കേണ്ട. ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ പേര് ചരിത്രത്തിൽ പറയുന്നു, നാമം പരമാ നദി ഉമ്മാര് സൈനം വസീർ റമാറുകളുണ്ട് നാലുത്ത മന്ത്രികളും സെനാറൊതുങ്ങി ബിലമാ കുറയാതെ വാൾമതിയിൽ പിറമാനും ചൂളിനിലെ നിറവായി പുറത്തുണ്ടിനമാ ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ പേര് ചരിത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഹീനൻ, നികൃഷ്ടൻ, ദുഷ്ടൻ, കിരാതമർദ്ദനങ്ങളാൽ ജനങ്ങളെ വീർപ്പം പൊട്ടിക്കുന്ന പഹയൻ, ആ വിഡ്ഢിയായ മുറയ്ക്കൊരു മനുഷ്യ എന്ന രാജാവാണ് ആ നാട് ഭരിക്കുന്നത്. രാജാവിന് താങ്ങും തണലായി 4 പ്രധാനമന്ത്രിമാർ. എത്ര 4 പ്രധാനമന്ത്രിമാർ. ഒന്നാമത്തെ മന്ത്രിയുടെ പേരെന്താ? മുറത്ത് ബിൻ മർവാൻ, അംർ ബിൻ സാമിത്ത്, ഖൈസ് ബിൻ റവാഹ, അങ്കബൂത്ത് ബിൻ സക്വാൻ. ഈ 4 മന്ത്രിമാര് ആ രാജാവിന്റെ എല്ലാം താങ്ങും നടല വലതും ഇടതും മുമ്പിലും വെക്കുന്നുണ്ടാവും. ഇരിക്കട്ടെ, ഈ രാജാവിന്റെ കീഴ് രാജാക്കന്മാരുണ്ട്, ഇഷ്ടം പോലെ കീഴ് മന്ത്രിമാര്, വസീർമാരുണ്ട്. മാത്രല്ല വാളി, കുന്തം, ചാട്ടുടി, പമ്പ, പെൺപാട്, ശൂലം, ശങ്കരം, വജ്രം, മുറുമി, കട്ടാരം, മുണ്ട, തൂട്ടി, കത്തി, കല്ല്, വല പോലത്തെ പടായുധങ്ങളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിമിഷ നേരം കൊണ്ട് കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് തന്റെ ശത്രുക്കൾ ആയിരക്കണക്കിനുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അടിച്ച് തൂളിപ്പിക്കുവാൻ പറ്റിയ വീരശൂര പരാക്രമികളായിരിക്കുന്ന പട്ടാളക്കാര് നമ്മുടെ രാജാവിന്റെ കീഴിലുണ്ട്. പ്രതികരണം, അങ്ങനത്തെ ശൂരനായിരിക്കുന്ന രാജാവാണ് ഖൈബർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ രാജാവ് ഈ പറയപ്പെട്ട 4 മന്ത്രിമാരെയും അതുപോലെ വസീർമാരെയും പട്ടാള മേധാവികൾ വിളിച്ചിട്ട് ഒരു യോഗം കൂടി, ഒരു കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു വരുത്തി ഒരു യോഗം കൂടി. ആ യോഗത്തിലെ പ്രധാന അജണ്ട എന്താ? മഹാനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, സലാത്ത് ചൊല്ലിയ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ മാസല്ലേ. ഉറക്കം വരുന്നുണ്ടോ? പകല് ഞാൻ അങ്ങനെ പരിപാടി നടത്താറില്ല, വളരെ അപൂർവമായിട്ട്. ഉറക്കം വരുന്നുണ്ടോ? ഇന്നലെ രാത്രി ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ അവിടെ നോക്കി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിനെ കൊല്ലുക, മഹാനായ അലിയാത്തങ്ങളെ ശിരസ്സെടുക്കുക. അതിനൊരു കാരണം രാജാവ് പറഞ്ഞെന്താ? രാജാവ് മുൻകൂട്ടി കൊണ്ട് കണ്ടെന്താ? രാജാവ് ആ യോഗത്തിൽ പറഞ്ഞു, അല്ലയോ യഹൂദികളെ, ഒരു കാര്യം പറയാം, മക്കത്തൊരു മുഹമ്മദ് വന്നിട്ടുണ്ട്. നമ്മുടെ വാപ്പകാരന്മാർ ആരാധിച്ചു വരുന്ന ലാത്ത, ഉസ്സ, ഹുബല, മനാത്ത, കുഞ്ഞാത്ത, വല്യാത്ത, അമ്മായിക്ക് അറിയില്ലട്ടോ 360 ചെല്ലാം ബിംബങ്ങളുടെ പേര് ഫീഡ് ചെയ്യാൻ കഴിയണ്ടേ? ഇതൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല.
ഇലാഹില്ല എന്നും യഥാർത്ഥമായിരിക്കുന്ന ഒരു ഇലാഹുണ്ട്, ആ ഇലാഹിന്റെ ദൂതനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് വാദിക്കുന്നു. മക്കക്കാര് മദീനയിലേക്ക് ആട്ടിവിട്ടു. മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് മക്കയിലെ പ്രധാനികളായ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, അബുൽ ബഖ്തരി, തുവൈബത്ത് പോലെ ധീരന്മാരെ കൊന്നു. എന്നിട്ടോ ഉഹദ് യുദ്ധമുണ്ടായി, അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധമുണ്ടായി, ഘട്ടം ഘട്ടങ്ങളായി ഒരുപാട് യുദ്ധങ്ങളുണ്ടായി. ഇപ്പോൾ ഇത് അധികം താമസിയാതെ നമ്മുടെ ഖൈബറിലേക്ക് മുഹമ്മദ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുഹമ്മദ് ഖൈബറിലേക്ക് വരുന്നതിന് മുമ്പ് മദീനയിൽ ചെന്നിട്ട് ആ മുഹമ്മദിന്റെ തലെടുക്കണം. മുഹമ്മദിന്റെ വലങ്കയായ അലിയുടെ തലെടുക്കണം. ആർക്കാണ് അതിന് കഴിയാ? ആരാ രാജാവ് ചോദിക്കുക പട്ടാളക്കാരോട്. ഇഷ്ടംപോലെ പട്ടാളക്കാര് കൂടി നിൽക്കുമ്പോ രാജാവ് ചോദിച്ചു, മദീനയിൽ ചെന്നിട്ട് മുഹമ്മദിന്റെ തലെടുത്ത് കൊണ്ടുവരാൻ, അലിയുടെ തലെടുത്ത് കൊണ്ടുവരാൻ ആർക്കാ കഴിയാ? എന്റെ ഇത് കേട്ടതോടുകൂടെ പട്ടാളക്കാരൊക്കെ ശിരസകിര താത്തി നിൽക്കുക. കാരണം എന്താ? മുഹമ്മദിന് കേൾക്കുമ്പോ അവർക്ക് പേടിയൊന്നുമില്ല, അലീന്ന് കേൾക്കുമ്പോ അവർക്ക് ഒരു ഉൾക്കിടിലുമുണ്ട്. അലിയുടെ മുമ്പിലേക്ക് ചെന്നാൽ നീളം കുറയുന്ന ഇവർക്ക് അറിയാം. ഇങ്ങനെ നീളം കുറയാ, തല പോയാൽ പിന്നെ നീളം കുറയില്ല. അലിയുടെ മുമ്പിലേക്ക് പോയാൽ ജീവനോട് കൂടെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ശിരസ്സും ഇങ്ങനെ താത്തി നിൽക്കുന്ന സമയത്ത് രാജാവ് ഒരു ഓഫർ അങ്ങോട്ട് ഇട്ടു. മുഹമ്മദിന്റെ തല നിങ്ങൾ എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ, അലിയുടെ തലെടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ എന്താ ഓഫർ കൊടുത്തത്? അവരെ രണ്ടാളെ തലെടുത്ത് കൊണ്ടുവന്നാൽ ഉറ്റോരു 10,000 പൊന്ന് പോലെ തന്നെ ഉദകും പഠിപ്പിന്ന ചോരും പ്രധാനം എന്നും തരുവാങ്ങാൻ പോരും. കാമവിന്റെ ഭാരം ഞാൻ കൊണ്ടേ താരും വിശേഷം ചേരും പ്രധാനം എന്നും താജുവാൻ ഞാൻ പോരും. ഹജ്ജാശൂട്ടിന് മുന്തിരണ്ട് കാമവിന്റെ ഉടമണ്ട കണ്ടി പാരും ഞാനുണ്ട്. ഒരു 10,000 പോലെ തന്നെ ഉദകും പട്ടി പിന്നെ ഖജനാക്കുൾ മിഫ്താഹും താരം പിരിശത്തും ചേരും പിറന്നാനും എന്നും തരുവാൻ ഞാൻ പോരോ. രാജാവ് ചിരിക്കുക. രാജാവിന്റെ മുഖത്തേക്ക് പട്ടാളക്കാർ നോക്കുമ്പോ രാജാവ് ചിരിക്കുക. രാജാവിനോട് ചോദിച്ചു, അധിപതി എന്താ നിങ്ങളെങ്ങാനും മുഹമ്മദിന്റെ തലെടുത്ത് കൊണ്ടുവന്നാൽ, നിങ്ങളെങ്ങാനും മണിയുടെ തലെടുത്ത് കൊണ്ടുവന്നാൽ 10,000 പൊന്ന് അവർക്ക് ഞാൻ 10,000 പൊന്ന് കൊടുക്കും. രാജാവ് ഓഫർ കൊടുക്കുക. ഒരു ഇൻട്രസ്റ്റ് അവർക്ക് വരാൻ വേണ്ടി 10,000 പൊന്ന് ഞാൻ കൊടുക്കാം. പോലെ തന്നെ ഇഷ്ടം പോലെ ദിർഹമുകൾ തരാം, എന്ന് തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ തരാം. ജീവനിൽ കൊതിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? രാജാവ് ഉടനെ ചാവേർപ്പടെ സൃഷ്ടിക്കുകയാണ്. 10,000 പൊന്ന് തരാം, ഇഷ്ടം പോലെ ദിർഹമുകൾ തരാം, പട്ടുവസ്ത്രം തരാന്ന് പറഞ്ഞപ്പോ തലയും താറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒന്നിങ്ങനെ നോക്കി ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? ഇഷ്ടം പോലെ പൊന്നല്ലേ കെട്ടാൻ പോകുന്നത്. പക്ഷേ അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ. ഈ രാജാവ് നൽകുന്ന ഓഫറിൽ അനുഭവിക്കണമെങ്കിൽ ജീവൻ വേണം. ജീവൻ വേണം, ഭിത്തി ഉണ്ടെങ്കിലേ ഫോട്ടോ വരക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ പട്ടാളക്കാര് പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോ രാജാവ് ഒന്നുകൂടെ പറഞ്ഞു, കൂട്ടരേ എന്നാ